ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. 1200 ആണ്ട് മേടമാസം 31 തീയതി 2025 മെയ് മാസം 14 തീയതി വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 തീയതി രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 തീയതി വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസ കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിന്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുന രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് പറഞ്ഞാൽ തുലാ രാശിക്കാർക്കുള്ള അല്ലെങ്കിൽ തുലാ കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാ കൂറ് എന്ന് പറയുമ്പോൾ തന്നെ തുലാ കൂറിൽ എന്ന് പറയുമ്പോൾ തന്നെ ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും വിശാഖത്തിന്റെ അവസാനത്തെ മുക്കാലല്ല ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേർന്ന് തുലാക്കൂറ്. അതായത് ചിത്തിരയുടെ ആദ്യ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന തുലാക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. തുലാക്കൂറുകാർക്ക് ഇപ്പോൾ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വളരെയേറെ അനുകൂലപരമായിട്ടുള്ള ഫലങ്ങളാണ് ഇവർക്ക് അനുഭവിച്ചു വരാൻ പോകുന്നത് എന്ന് പറയാം. ഭാഗ്യസ്ഥാനത്തിൽ ലഗ്നാലും ചാരവസാലും 9ാം ഭാവത്തിൽ വ്യാഴം നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ നല്ല ഗുണകരമായിട്ടുള്ള ഫലങ്ങളും എല്ലാവിധ ദോഷത്തെയും പരിഗണിക്കും എന്നാണ് പറയാറുള്ളത്. അതിൽ വ്യാഴം തന്നെ 9ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വളരെ പരിപൂർണമായിട്ടുള്ള ദൈവാനുഗ്രഹ സംബന്ധമായിട്ടുള്ള ഫലങ്ങളും അത്ഭുതമായിട്ടുള്ളതും ഭാഗ്യകടാക്ഷങ്ങളും എല്ലാം വരുന്നുണ്ട്. വ്യാഴത്തിന്റെ കാരകത്വം എന്ന് പറയുന്നത് തന്നെ ധനത്തിന്റെയും വാക്കിന്റെയും ആഭരണത്തിന്റെയും സ്വർണത്തിന്റെയും കുടുംബത്തിന്റെയും വിവാഹത്തിന്റെയും സന്താനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒക്കെ കാരകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തിൽ വരുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ തുലാക്കൂറിൽപ്പെട്ടിരിക്കുന്നവർക്ക് വരും. അവർക്ക് ധാന്യ ലാഭങ്ങൾ ഉണ്ടാവും. വൻകിട വ്യവസായ സാധ്യതകൾ കൂടുതലുണ്ടാവും. തൊഴിൽ അഭിവൃദ്ധി ഇഷ്ടം പോലെ വരുവാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ തന്നെ ഒരു ബിസിനസ്സിൽ തന്നെ പല ബിസിനസ്സുകൾ തേടുവാനും ഉള്ള ജോലിയിൽ നിർത്തിക്കൊണ്ട് തന്നെ വേറൊരു ബിസിനസ്സിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു സംരംഭത്തിനെ പറ്റി ആലോചിക്കുക, അത് കൊണ്ടു നടക്കുവാനുള്ള കഴിവുണ്ടാവുക എന്നിവയൊക്കെയാണ് പറയുന്നത്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാതെ ഇരിക്കുന്നവർക്കെല്ലാം പൂർണ്ണമായിട്ട് നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയം സഫലീകരിക്കുവാനും വിവാഹത്തിൽ ചെന്ന് കലാശിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെന്റ് ജോബിൽ ഇരിക്കുന്നവർക്കെല്ലാം ഉദ്യോഗക്കയറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ജനമധ്യത്തിൽ വളരെ സാമൂഹ്യപരമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പും അതുപോലെ തന്നെ ജനസമൂഹത്തിൽ മാന്യതയും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള ഐക്യത നല്ല കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യകടാക്ഷത്താൽ ധനം വന്ന് ചേരുവാനുള്ള കാര്യമുണ്ട്. ഭാഗ്യവശാൽ ധനം തേടിത്തരുന്ന ഒരുപാട് വഴികൾ, ഷെയർ മാർക്കറ്റ്, കച്ചവടം, അതുപോലെ തന്നെ പലവിധ ലോട്ടറി ടിക്കറ്റ്, ഭാഗ്യക്കുറി, അതുപോലെ തന്നെ ഭാഗ്യസംബന്ധമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിതപരമായിട്ടുള്ള വരവും അപ്രതീക്ഷിതപരമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ധനം വന്ന് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികളായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള ചെയ്യുന്ന കോടീശ്വര യോഗങ്ങളെല്ലാം കാണുന്നുണ്ട്. കോടികൾ കൊണ്ട് കളിക്കുന്നവർക്ക് കോടീശ്വര യോഗവും ലക്ഷങ്ങൾ കൊണ്ട് കളിക്കുന്ന ലക്ഷങ്ങൾ കൊണ്ടുള്ള യോഗങ്ങളും അപ്രതീക്ഷിതപരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വൻ ഉത്സാഹങ്ങളും വൻ മാർക്കറ്റും അതുപോലെ തന്നെ വൻ മാർക്കോട് കൂടി പാസ്സാകാനുള്ള വ്യഗ്രതയും കണ്ട് ഗവൺമെൻറ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ പുരോഗമനം ഉണ്ടാവും. ഗവൺമെൻറ് തസ്തികയിൽ പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോബ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യത ഈ കാലയളവിൽ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന നല്ല ഉയർച്ചയിലുള്ള എഴുന്നേൽപ്പും ഉയർച്ച കിട്ടുവാനും ബഹുമാന പദവികളും മന്ത്രിസ്ഥാനങ്ങളും അതുപോലെ സ്ഥാനമാന പദവികളും MLA സ്ഥാനം MP സ്ഥാനം അങ്ങനെയുള്ള പദവി സ്ഥാനങ്ങൾ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിൽ നാവികസേന, വ്യോമസേന, കരസേന അങ്ങനെ ജവാന്മാർക്ക് ഉള്ളവർക്ക് ബഹുമതികളും പുരസ്കാരങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്ന വക്കീലന്മാരാകട്ടെ, ജ്യോത്സ്യന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ അവർക്ക് ഉന്നതതരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഫലമാണ് കാണുന്നത്. വൻ ഉയർന്ന ലെവലിൽ എടുക്കുവാനും പുതുമുഖങ്ങളായിട്ടുള്ള അനുഭവർക്കെല്ലാം അനുഭവ സമ്പത്തോടു കൂടി തന്നെ അവർക്ക് മാർക്കറ്റ് കിട്ടുവാനും അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പുതുമുഖങ്ങൾക്ക് ഈ സിനിമാ മേഖലയിൽ കയറാനുള്ള അവസരം കൂടിയാണ് കാണുന്നത്. ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. അതായത് 30 വർഷത്തിൽ ഒരിക്കലേ ഇങ്ങനെയുള്ള ഒരു യോഗങ്ങൾ വരികയുള്ളൂ. 12 കൊല്ലത്തിലാണ് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരുന്നത് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഇങ്ങനെയൊരു യോഗം 30 വർഷത്തിൽ മാത്രമേ വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് മഹാഭാഗ്യ സംബന്ധമായിട്ടുള്ളതും കടബാധിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുവാനുള്ള സാധ്യത. കുടുംബത്തിൽ കലഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കലഹങ്ങൾ മാറി വരുവാനും സന്താനങ്ങളുടെ ഐക്യത കൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാവാനും കുടുംബത്തിൽ സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ സഹോദര ബന്ധങ്ങളും ബന്ധുബലങ്ങളും കൂടുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ കണ്ട് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനും പുതിയ ഭവന നിർമ്മാണത്തിന് ഏർപ്പെടുവാനും ഭവന സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നീക്കുവാനും പുതിയ ആഡംബരപരമായിട്ടുള്ള വാഹനങ്ങളും പുതിയ ആഡംബരമായിട്ടുള്ള വസ്തുക്കളും പുതിയ ആഡംബരപരമായിട്ടുള്ള ഭവനങ്ങളും നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ വൻ കുതിപ്പന്നെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സ്വർണ്ണാഭരണ ബിസിനസ്സിൽപ്പെട്ടവരായാലും ജോലിയിൽ ഇടപെട്ടിരിക്കുന്നവർക്കാണെങ്കിലും വൻകിട നേട്ടങ്ങൾ സംബോധന അതായത് വന്നിട്ട് കിട്ടും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. അവർക്ക് ഏകദേശം ഈ 10 മാസങ്ങൾ കൊണ്ട് തന്നെ 10 വർഷത്തിന്റെ സമ്പാദ്യം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത്. വളരെ ഭാഗ്യസംബന്ധമായിട്ടുള്ള ഇതാണ് കാണുന്നത്. ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടും. അമ്പല കമ്മിറ്റി അങ്ങനെയുള്ള യോഗങ്ങളിലെല്ലാം പ്രധാന പങ്ക് വഹിക്കാനുള്ള സ്ഥാനമാന പദവികൾ പങ്കുവഹിക്കാനും അതിൽ പ്രശസ്തി ഉണ്ടാക്കുവാനും പിൽക്കാലത്ത് അത് പേര് വരുവാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള റേഡിയോ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വൻകിട നേട്ടങ്ങളും ലാഭങ്ങളും ഭൂമി ലാഭങ്ങളും എല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടു വ്യവസായങ്ങൾ മൂലം യഥാർത്ഥ വരുമാനം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കരസേന, വ്യോമസേന എന്നീ മേഖലകളിലും അതുപോലെ തന്നെ ശാസ്ത്ര വിഷയങ്ങളിൽ സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും ഉയർച്ചകൾ ഉണ്ടാവും. പൊതുവെ പറയുകയാണെങ്കിൽ യൂണിഫോം വർക്ക് പറയുന്നത് ഒരുപാടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ തൊട്ട് പോലീസ് മേധാവികൾ തൊട്ട് അങ്ങനെയുള്ള യൂണിഫോം സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവങ്ങളുണ്ട്. പൊതുവെ ഈ വ്യാഴമാറ്റത്തിലൂടെ ഇവർക്ക് തുലാക്കൂറിൽ വരാതിരിക്കുന്ന പ്രശസ്തി, അംഗീകാരം, പോയ ഇമേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നഷ്ടപ്പെട്ട അഭാവങ്ങൾ, നഷ്ടപ്പെട്ട ധനങ്ങൾ വീണ്ടെടുക്കുക, ഭാഗ്യകടാശങ്ങൾ കൊണ്ട് തന്നെ പലവിധ നേട്ടങ്ങൾ കൈവരിക്കുക. ഇതുവരെ സന്താനങ്ങളില്ലാതെ വിവാഹം കഴിച്ച് ഏകദേശം 7 വർഷങ്ങളിലെല്ലാം ആയിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന യോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിവാഹങ്ങൾ വയസ്സ് കൂടുതലായിട്ടും വിവാഹങ്ങൾ കഴിയാതിരിക്കുന്നവർക്കെല്ലാം വിവാഹ യോഗങ്ങൾ വന്ന് നേടുവാനും വിവാഹങ്ങൾ നടക്കുവാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ പുതിയ ഭവന നിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് സാഫല്യമായിട്ട് കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. ഗവൺമെൻറ് ജോലിയും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശത്താണെങ്കിൽ വിദേശ ജോലി ആഗ്രഹിച്ച് പോകുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വിദേശ ഗമനം ഉണ്ടാവും. വിദേശത്ത് പോയി അതിനുള്ള അർഹതപ്പെട്ട തൊഴിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായി കാണുന്നുണ്ട്. വിദേശത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകാനുള്ള പരിമിതികളും അതുപോലെ തന്നെ ഉയർച്ചയും അതിനുള്ള ആഗമനങ്ങളും വിദേശ സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ് പേപ്പറുകളെല്ലാം പെട്ടെന്ന് തന്നെ കൈവരിക്കുവാനുള്ള സാധ്യതകളും ഇതുവരെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോബുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതൊരു അവസരമായി കണക്കിലെടുത്ത് അവനവൻ കൂടി കുറച്ചുകൂടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരുപാട് കാലങ്ങളായി ഒരു യാത്ര തിരിക്കണമെന്ന് ചിന്തിച്ച് നീങ്ങി പോവുകയാണെങ്കിൽ ആ യാത്ര സഫലീകരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ചിരകാല സ്വപ്നമായിട്ടുള്ള എന്തെങ്കിലും മോഹങ്ങൾ പൂവടിയാനുള്ള സാധ്യതകളും ഈ വ്യാഴമാറ്റത്തോടുകൂടി ഇവർക്ക് കാണുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടുകൂടി സർവത്ര യോഗങ്ങളും സർവത്ര ഭാഗ്യങ്ങളും സർവത്ര ദൈവാനുഗ്രഹങ്ങളും സർവത്ര ധനലാഭങ്ങളും സർവത്ര യോഗങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 10 മാസം കാലയളവിലാണെങ്കിലും ആ 10 മാസം ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി 10 വർഷത്തിൻ്റെ ഫലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അകന്നിരിക്കുന്ന ദമ്പതികളെല്ലാം ഒന്നു ചേരുവാനുള്ള ഒരു അവസരം കൂടിയാണിത്. കലഹങ്ങൾ മൂലം വിവാഹ മോചനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ വിവാഹമോചനം നിർത്തി വീണ്ടും ഒന്നു ചേരുവാനുള്ള സാധ്യതയും കൂടി കാണുന്നത്. സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം വളരെ ഗുണമാണ്. ഗവേഷണ സംബന്ധമായിട്ട് അലോപ്പതി സംബന്ധമായിട്ടുള്ളതും മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാവിധ മേഖലയിൽപ്പെട്ടിട്ടുള്ളവർക്കും വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ വ്യാഴമാറ്റത്തോടുകൂടി കാണുന്നുണ്ട് എന്ന് തന്നെ പറയും. ഈ വ്യാഴമാറ്റത്തെ തുലാരാശിക്കാർക്ക് കൂടി പറയുകയാണെങ്കിൽ, തുലാക്കൂറുകാർക്ക് പറയുകയാണെങ്കിൽ പൊതുവെ ഒരു അനുഗ്രഹീതപരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റം തന്നെയാണ്. 8ാം ഭാവത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ധന കുടുംബ സ്ഥാനമാന പദവികളെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ 9ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.